ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു നാടൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണെല്ലാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുക്കിങ്ങിന് മത്തിയൊക്കെ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ കുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാ മീനൊക്കെ പെരക്കൂലേ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ മീനിൻ്റെ ഉള്ളിലേക്ക് മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ മീൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് മീൻ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നല്ല മത്തിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മത്തി തന്നെ മതി. ഇത് മീൻ വേണമെങ്കിലും എടുക്കാം, അയില എടുക്കാം, മത്തി എടുക്കാം, നിങ്ങൾക്ക് കഷ്ണം മീൻ അങ്ങനത്തെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ മത്തിയിലൊക്കെ നന്നായിട്ട് മസാല പെരക്കിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആവശ്യമുള്ളവർക്ക് 2-3 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ചു, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ മീൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലേൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്തണം. ഞാനിപ്പോൾ ഈ മീനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് എടുക്കുന്നത്. ഇനി സവാളയിൽ പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടി, സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ നല്ല സോഫ്റ്റായിട്ട് സവാള നല്ല സോഫ്റ്റായിട്ട് വരട്ടെ, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്താൽ മതി, പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതില്ലേ 1 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 വലിയ തക്കാളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മീനെല്ലാം എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് തക്കാളിയിലും സവാളയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തക്കാളി സോഫ്റ്റായിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ്, നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവാള ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് 1 ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ റെസിപ്പിക്ക്. അതിനുശേഷം കുറച്ച് പുളി, ഇത് കണ്ടോ, ഇത്രയും അളവിൽ പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരുപാട് പുളീൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിലേക്ക് വരില്ല, കാര്യം നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മധുരപ്പൊന്നും ഇല്ലാതാക്കും. എന്നാൽ ഒരുപാട് പുളി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്കിത് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഒരുപാട് ലൂസായിട്ടാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിൽ നിങ്ങളതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ചൂടായപ്പോൾ തന്നെ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് പാൻ വേണമെങ്കിലും എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇങ്ങനെ വെച്ച് കൊടുക്കുക. വാഴയില ഒന്ന് വാട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാലേൻ്റെ പകുതി നമ്മൾ അടിഭാഗത്ത് വാഴയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ
മീൻ പെരക്കി വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമ്മളെ കയ്യിലുള്ള മീനിനനുസരിച്ച് മസാലയും ഉണ്ടാക്കിയെടുക്കും. അത് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ മൊത്തം ഒന്ന് റൗണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള മീനില്ലേ, നമ്മൾ ആദ്യം ഇത് തുടങ്ങുമ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മസാലയൊക്കെ പെരക്കിയിട്ട് മീൻ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നല്ല ലെയറായിട്ട് ഒരു ലെയർ മൊത്തത്തിൽ റൗണ്ടാക്കി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും മസാല ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് പൊള്ളിച്ച് കഴിക്കുമ്പോൾ നല്ല ആ മസാലയിൽ പൊതിഞ്ഞിട്ടുള്ള മത്തിയില്ലേ, എന്ത് മീനാണെങ്കിലും അത് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. ചോറിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാനും ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരാനും ഒക്കെ ഈ വാഴയിലേൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ ആവി ഇറങ്ങി വേണം കേട്ടോ. അപ്പോഴാണ് ഈ പൊള്ളിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു പീസ് വാഴയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയില്ലേ ഒരു അടപ്പ് ഇതൊന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അടപ്പ് ഇതുപോലെ അമർത്തി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ അവിടെ സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൻ്റെ അടപ്പില്ലേ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആവിയൊക്കെ പുറത്ത് പോകാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇനിയില്ലേ നമ്മളെന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ ഈ പാനൊന്ന് ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മീൻ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഭാഗം കുക്കായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് സ്മെല്ല് വരും കേട്ടോ, നല്ല വെന്ത മീനിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം വരും. നന്നായിട്ട് ആവിയൊക്കെ കയറി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെന്തത്. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം അടിഭാഗം ആയിട്ടുണ്ടാവും, അത് തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്നുകൂടെ ഒന്ന് കുക്കാവാനേ ഉള്ളൂ. വേവാൻ ഓൾറെഡി വെന്തിട്ടുണ്ടാവും, ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ തിരിച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്ന് കുക്കായിട്ട് വരാനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വാഴയിലൊക്കെ നല്ല സെറ്റാക്കി തന്നെ വെച്ചിട്ട് ഈ അടപ്പ് തന്നെ തിരിച്ച് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഈ ഒരു പാനിൻ്റെ അടപ്പ് കൂടെ വെച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നന്നായിട്ട് ആവി കയറി ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വാഴയിലയിലൊക്കെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഈ ഇതെല്ലാം കയറിയിട്ട് ആവിയെല്ലാം കയറിയിട്ട് വന്നതല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല നമ്മൾ ആ ഒരു മസാലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള മത്തിയൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടന്നത് നല്ല കുക്കായി ആ വാഴയിലേൻ്റെ സ്മെല്ലും ആ ഒരു മസാലേൻ്റെ സ്മെല്ലും ഫ്രഷ് മീനും ഒക്കെ ആയിട്ട് നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മൊത്തം വരുന്നത്. പിന്നല്ലേ ഇത് നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാർ എടുത്തിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ല, ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. ഈ ഒരു ഗ്രേവിയും ഈ ഒരു മീനും എടുത്ത് കഴിക്കാനല്ലേ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ട്രൈ ആക്കി നോക്കണം. പിന്നെ ഞാനിപ്പോൾ മീൻ മാത്രമായിട്ട് എടുക്കുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് ഗ്രേവി ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഗ്രേവിയും ആ മീനും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ചൂടോടെ മാത്രമല്ല, ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ, റെസിപ്പി ഇഷ്ടപ്പെട്ടോ, ട്രൈ ആക്കിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ മീനിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഏത് മീനായാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം മതി. ഇത് ഞാനിപ്പോൾ മത്തിയിൽ ചെയ്ത് തന്നത് നിങ്ങൾക്ക് ഏത് മീനിലും ചെയ്തെടുക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അയില മീനിലൊക്കെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഫ്ലേവറുള്ള മീനായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ചോറ് വയ്ക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളും ഇന്ന് തന്നെ നിങ്ങൾക്ക് മത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉണ്ടായിക്കോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, വെറുതെ പറയുന്നതല്ല. എന്തായാലും മസ്റ്റ് ട്രൈ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.